ഈ പുസ്തകത്തിലുള്ളതിനപ്പുറം എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതാണ് MGM സ്കൂളിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. പുസ്തകത്തിലുള്ള സിലബസ് പഠിപ്പിക്കും, തീർച്ചയായും അത് പരീക്ഷയ്ക്ക് ആവശ്യമാണ്. പക്ഷെ അതിലപ്പുറം ചില കാര്യങ്ങൾ, അത് നന്മയും സ്നേഹവും കാരുണ്യവും കനിവും, അതിലൂടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ ക്രമമാണ് MGMൻ്റെ ഒരു ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ്. ഞാൻ എൻ്റെ ഒരു ബാല്യം ഓർക്കുകയാണ്. ഞാൻ കഴക്കൂട്ടം എന്ന് പറയുന്ന, മുമ്പതൊരു നാട്ടുപുറമായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ ഈ ടെക്നോ പാർക്കൊക്കെ വന്നിട്ട് അതൊരു മറ്റൊരു വലിയ നഗരത്തിൻ്റെ മുഖമായിട്ടുണ്ട്. അന്ന് കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു നാട്ടുപുറത്തെ ഒരു സാധാരണ സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പക്ഷേ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചത് കൊണ്ടാകണം പിൽക്കാലത്ത് സിനിമാ രംഗത്തോ കലാരംഗത്തോ ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ എനിക്കൊരു ശക്തി കിട്ടിയത് അങ്ങനെ ഒരു സ്കൂളിലായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ആ സ്കൂളിൽ സിലബസ് മാത്രമായിരുന്നില്ല പഠിപ്പിച്ചത്. ഇവിടെ നമ്മുടെ ചെയർമാൻ പറഞ്ഞല്ലോ, സിലബസിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് കൂടിയുള്ള ക്ലാസ്സുകളായിരുന്നു അവിടുത്തെ ടീച്ചർമാർ ഞങ്ങൾക്ക് നൽകിയത് എന്ന് നിസ്സംശയം പറയാം. ഞാനെപ്പോഴും പറയുന്ന ഒരു വള്ളിയമ്മ ടീച്ചറുണ്ട്. ആ ടീച്ചറിൻ്റെ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. ഈ വള്ളിയമ്മ ടീച്ചർ എന്ന് പറയുന്നത് നിലാവിൻ്റെ ഒരു, അതുപോലെ ഇങ്ങനെ നിലാവുദിച്ച മുഖമുള്ള വള്ളിയമ്മ ടീച്ചറെ കുറിച്ച് ഞാൻ അടുത്ത കാലത്തൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളോട് വല്ലാത്തൊരു വാത്സല്യമാണ് ടീച്ചർ ഈ അടുത്ത കാലത്താണ് നമ്മളെ വിട്ടു പിരിഞ്ഞത്. അടുത്ത കാലത്ത് ടീച്ചർ മരിക്കുന്നത് വരെയും ഞങ്ങളൊക്കെ കുടുംബസമേതം ടീച്ചറിനെ പോയി കണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഒരു സ്നേഹം പങ്കുവയ്ക്കുമായിരുന്നു. അത്രയേറെ ടീച്ചർ ഞങ്ങളെയൊക്കെ അങ്ങനെ, ടീച്ചറിൻ്റെ എല്ലാ വിദ്യാർത്ഥികളെയും വല്ലാതെ സ്വാധീനിച്ച ഒരു ടീച്ചർ. ആ സ്വാധീനം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടുള്ള ഒരു സ്വാധീനമായിരുന്നു. അന്ന് ഈ സ്ലേറ്റിലാണ് മാർക്കിട്ട് തരുന്നത്. ഇങ്ങനെ സിമെന്റ് തേച്ച തറയിൽ ഇരുന്നിട്ട് സ്ലേറ്റിൽ പരീക്ഷയ്ക്ക് മാർക്കൊക്കെ ഇട്ട് തരുമ്പോൾ 100-ന് 90-ഓ 95-ഓ മാർക്കൊക്കെ കിട്ടുമ്പോൾ ഞാനൊക്കെ കരയും. കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് 100-ന് 100 മാർക്കും വാങ്ങി വരണമെന്നാണ്. അങ്ങനെ കരയുന്ന കുട്ടികളെ ടീച്ചർ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ടീച്ചർ സ്നേഹത്തോടെ ചോദിക്കും, മക്കൾക്ക് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചിട്ട് ഈ 100-ന് 90-ഓ 95-ഓ ഒക്കെ ഇട്ടിരിക്കുന്ന മാർക്ക് ടീച്ചർ നിസ്സാരമായി അങ്ങ് അഴിച്ചു കളഞ്ഞിട്ട് അവിടെ 100-ന് 100 മാർക്കും ഇട്ടുതരുന്ന വള്ളിയമ്മ ടീച്ചറിന് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാർക്കും റാങ്കും ഒന്നുമല്ല. അതിലപ്പുറം കുട്ടികളുടെ സ്വഭാവ രൂപീകരണമാണ്, കുട്ടികളുടെ ബുദ്ധിവികാസമാണ്, കുട്ടികളുടെ വ്യക്തിത്വ വികാസമാണ്, കുട്ടികളിൽ ഒരു വിശാലമായ ലോക വീക്ഷണം ഉൽപ്പാദിപ്പിക്കലാണ് എന്നൊക്കെ ടീച്ചറിന് അറിയാമായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ടീച്ചർ മാർക്കിനും റാങ്കിനും ഒന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ അത് നിസ്സാരമായി കണ്ടിരുന്ന വള്ളിയമ്മ ടീച്ചറിന് ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ചിരിക്കുന്ന സന്തോഷിക്കുന്ന മുഖങ്ങളാണ് ടീച്ചറിന് ഏറ്റവും ഇഷ്ടം. നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ പൂമ്പാറ്റകളെ പോലെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന, ഏറ്റവും സന്തോഷത്തിന്റെ നിറകുടങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്ന അങ്ങനെ ഒരു ടീച്ചർ. ആ ടീച്ചർ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ്, ആ സ്നേഹം ഒരു വാത്സല്യം പ്രോത്സാഹനമൊക്കെ നൽകിയതുകൊണ്ടാണ് ഇപ്പോഴും ടീച്ചറിനോട് ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു വലിയ ഇഷ്ടവും ബഹുമാനവും ഒക്കെ. ടീച്ചർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കൂടി പഠിപ്പിച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ടത്ര സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ ചെയർമാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെന്ന്. ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. എല്ലാ മതങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും എല്ലാ ഇസങ്ങളും തത്വചിന്തകളും ദർശനങ്ങളും എല്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനാണ്. മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്
അത് കുറെ ധനമോ സ്വർണമോ വലിയ വിദ്യാഭ്യാസമോ വലിയ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. സ്നേഹത്തിന്റെ വിത്തുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വിതച്ചു നൽകണം.